എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചിക്കനാണ് ഇഫ ചിക്കൻ. അപ്പം ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ലൊരു ചിക്കൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിന്. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര്, ഹാഫ് ലെമണും കൂടെ പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക. കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തൈരും ലെമൺ ജ്യൂസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത 1 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ചിക്കൻ വലിയ പീസാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് പീസാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലെല്ലാം ഫ്രൈ ചെയ്യാൻ എങ്ങനെയാണോ പീസാക്കുന്നത് ആ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പീസാക്കി എടുത്തിട്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ എടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 1 മണിക്കൂറോളം അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിലേക്ക് മസാല നന്നായിട്ട് പിടിച്ചോളും. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്യണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 5-6 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട്, അത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ചീസിൻ്റെ സ്ലൈസാണ് ഞാൻ എടുത്തിന്, അത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം കുക്കിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. കുക്കിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ച് നോക്കുക. നന്നായിട്ട് തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം പാൽ കൂടെ ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടേനു. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാണ്ടും ഒക്കെ ഉള്ള മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടണം കേട്ടോ. കരിയാനും പാടില്ല, നല്ലതുപോലെ ഉള്ളൊക്കെ വെന്ത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു റെഡിയാക്കിയ സോസ് ഉണ്ടല്ലോ അത് എല്ലാ ചിക്കൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ചിക്കൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. പിന്നെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, തണുപ്പ് പിടിച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ എല്ലാ ചിക്കൻ്റെ മുകളിലും നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ചിക്കൻ്റെ മുകളിലെല്ലാം ഈ ഒരു സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാ ചിക്കൻ്റെ മുകളിലും ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ തീയിൽ 1 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു ചീസെല്ലാം ചെറുതായിട്ടൊന്ന് മെൽറ്റായാൽ മാത്രം മതി. അപ്പോഴത്തേക്ക് ആ ഒരു സോസെല്ലാം എല്ലാ ഭാഗത്തും എത്തി നല്ല രസമായിരിക്കും കാണാനെല്ലാം. അപ്പോൾ 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ തീയിൽ തന്നെ വെക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു സോസെല്ലാം ഇങ്ങനെ ബബിൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചീസെല്ലാം അത്യാവശ്യം ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. മല്ലിയില ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പൊറോട്ടയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പിയാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.
അപ്പോൾ ഇതാ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ആ ഒരു കുറച്ച് എണ്ണ ഉണ്ടാവും, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചിക്കൻ ഉണ്ടാക്കി നോക്കുക. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കനാണ്. പിന്നെ ചീസെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.